ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അതെ, മീൻ പിടിക്കാനാണ് നമ്മൾ പോകുന്നത്. കാരണം ഇവിടെ അടുത്തൊരു പോണ്ടുണ്ട്. പോണ്ടിൽ ഇവിടെ മീൻ കൃഷിയൊക്കെ ഉള്ളതാണ്. കുറേ നാളുകളിൽ മീൻ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിൽ നിന്ന് മീനൊന്നും പിടിക്കുന്നില്ല. അത് ഫുൾ ഇങ്ങനെ കാടൊക്കെ കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ പിടിച്ചോളാം. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി കയറി അങ്ങോട്ട് ഇറങ്ങി പോയി. കാരണം ഇവിടെ 3-4 പോണ്ടുണ്ട്. കാരണം മീനിൻ്റെ വളർച്ച അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനൊക്കെ ആയിട്ടാണ് 3-4 പോണ്ടുള്ളത്. ഇതിൻ്റെ മെയിൻ പോണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു വലിയ പോണ്ട്. ഇതിനകത്ത് ഒരുപാട് മീനുകളുണ്ട്. അതായത് ഈ തിലോപ്പിയ, പിന്നെ അതിനൊക്കെ സിലോപ്പിയ, പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ വാള, പിന്നെ കൈതക്കോര, അങ്ങനെ കുറച്ചധികം മീൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാം, മീനുകളിങ്ങനെ മോളിൽ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ കുറേ അധികം മീനുണ്ട്. കാരണം കുറേ നാളിവിടെ പിടിക്കുന്നില്ല മീനൊന്നും, അപ്പോൾ തന്നെ ഒരുപാട് മീൻ കാണും. അപ്പോൾ നമ്മൾ നേരെ പോയി ഒരു ചൂണ്ടയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പോണ്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് നമുക്ക് എന്തായാലും മീൻ പിടിച്ചിട്ട് എത്ര മീൻ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇവരാണ് മെയിൻ മീൻപിടുത്തക്കാർ. നമ്മൾ ടോട്ടൽ 4 പേരുണ്ട്. ഇവർ രണ്ടെല്ലാം അനിയന്മാരാണ്. ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ മീൻ പിടിക്കുന്നത്. ഇവരാണ് എൻ്റെ എക്സ്പെർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ആദ്യം ഒരു തടിയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനകത്താണ് ഈ ചൂണ്ടയൊക്കെ കെട്ടിയിടാൻ നോക്കിയത്. പക്ഷേ അത് ഓടിയും ഇതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി, നേരെ പോയിട്ടൊരു പൈപ്പ് എടുത്തു. പൈപ്പിൽ കെട്ടണമെങ്കിൽ പിന്നെ അത് ഒടിയാൻ ഒന്നും ചാൻസ് ഇല്ലല്ലോ. അതിന് പൈപ്പ് എടുത്തു. പിന്നെ മൈദയും കൊണ്ടുവന്നു. മൈദ ഇതിനകത്ത് ബോളാക്കി സ്റ്റിക്ക് ചെയ്താണ് നമ്മൾ മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ നമുക്കൊരു നല്ലൊരു നിന്ന് ചൂണ്ടിടാൻ പറ്റിയൊരു സ്പോട്ട് വേണം. അതൊക്കെ നമുക്കൊന്ന് ഇവിടുന്ന് നോക്കിയെല്ലാം സെറ്റാക്കണം. അപ്പോൾ അവന്മാർ എന്തൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പത്തിരി ഉണ്ടെങ്കിൽ ചീനി ഉണ്ടോടാ, ചീനി. അങ്ങനെ നമ്മൾ ഈ ചൂണ്ടയിൽ ഈ മൈദയൊക്കെ സെറ്റാക്കി വെച്ച് ചൂണ്ട ഇടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പോണ്ടിലെ ഉള്ളിലോട്ട് ഇറങ്ങാം. അതായത് ഉള്ളിലോട്ടെന്ന് വെച്ചാൽ അങ്ങ് വെള്ളത്തിലോട്ടല്ല, ഈ ഒരു സൈഡിൽ കയറി നിൽക്കുക. ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ബൗണ്ടറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിൽ നിന്നിട്ടാണ് മീൻ പിടിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചൂണ്ട ഇട്ടു. അങ്ങനെ കുറേ കഴിഞ്ഞ് നോക്കി കാണാം. ഈ ചൂണ്ട ഇടലെന്ന് വെച്ചാൽ കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണ്. ഇതിനകത്ത് കുറേ മീനുള്ള നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു സിലോപ്പിയാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും വളരെ സന്തോഷമായി, കാരണം ഫസ്റ്റ് കിട്ടിയല്ലേ. മുള്ളോണ്ട് കയറി കൈ വെള്ളം നിറക്കണ്ട. ആ ചൂണ്ടകളൊക്കെ തല പിടി, തല ചേർത്ത് പിടി, ഒരുമിച്ച് ചേർത്ത് പിടി. ആ നീ ഇത് നോക്ക്. എടാ അങ്ങോട്ടാ നടക്കുന്നേ, ഇങ്ങോട്ട് എടുത്ത് കിടക്ക്. ഒരു വരുന്നില്ല, ഇത് പിടി. Very cool. Oh man. ഒരേ ഫ്രെയിമിൽ അപ്പവും മീനും. Oh man. അങ്ങനെ ഫസ്റ്റ് മീൻ കിട്ടിയ സന്തോഷത്തിൽ വീണ്ടും നമ്മൾ ചൂണ്ടയിട്ടു. അപ്പോൾ ഈ ചൂണ്ടയിടലിൽ മൈദ മീൻ കൊണ്ടുപോയി. കാരണം ചൂണ്ടയുടെ കൊളുത്ത് മാത്രമേ ഉള്ളൂ, മൈദ മീൻ കൊണ്ടുപോയി. അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഒരു ചൂണ്ടയിൽ മീൻ പിന്നെ പിടിക്കാനായിട്ട് ഈ മൈദയൊക്കെ സെറ്റാക്കി വീണ്ടും എറിഞ്ഞു. അപ്പോൾ എറിയാത്ത ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൈദ മാത്രം മീൻ കഴിച്ചിട്ട് പൊക്കളയും. അപ്പോൾ ഈ മരച്ചീനിയോ ചീനിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് അത് സ്റ്റിക്ക് ചെയ്തിരിക്കും. പക്ഷേ ഈ മൈദ ഒരു റിസ്ക്കാണ് കുഴയ്ക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കുറേ തവണ അതിനെ കുഴച്ച് സെറ്റാക്കുന്നത്. അങ്ങനെ ഇട്ട് നമ്മൾ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പിടിച്ചു, മീൻ കിട്ടി. വീണ്ടും ഒരു മീൻ കിട്ടി, രണ്ടാമത്തെ മീൻ.
നേരത്തെ കൂടെ തന്നെ അത് അല്ലല്ല എളുപ്പം വലിയ കൈ കൊള്ളു കണ്ടോ കൈ കൊണ്ട് ചേർത്ത് മുള്ളു ഫുള്ളോട് പിടി ചേർത്തിടി. ആ മറ്റേ വലിയ 2 മുള്ളോട് ചേർത്ത് അങ്ങനെ പിടി. ആ പിടി. ഇനി കുത്തത്തില്ല. വായ അടക്കില്ലേ? അഞ്ഞു പിടി. ഇനി അതിന് ഊരി അതിൻ്റെ അതോട് കുത്തി ഇറക്കിയോ? പിടി ചേർത്ത് പിടി. ചേർത്ത് പിടി. പെട്ടെന്ന് ചേർത്ത് പിടി. പെട്ടെന്ന് ചേർത്ത് പിടി. ആ പിടി. പെട്ടെന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് കയറിയല്ലോ. നീ ചേർത്ത് പെട്ടെന്ന് പിടി. നല്ലതാണ് പിടി. ചേർത്ത് പെട്ടെന്ന് പിടി. അടിക്കത്തില്ല. വേണ്ട കുളത്തിലായിരിക്കും. തറയിൽ ചവിട്ടിച്ച് പിടിച്ചാ മുള്ള ആരാണ് ആരം അന്ന് ഓഫാവട്ടുന്നു വല്ല ആക്റ്റീവ് ആക്കിയ. ഓ തെന്നുന്നടാ കൈ. ഒരു പിടിയാണ്. ഇന്നേക്കൊരു പുഴി നമ്മളുണ്ട്. പിടി കുഴപ്പമില്ല. ഇല്ലടാ ഇല്ല പേടിക്കണ്ട. അന്ന് പിടി. അത് കുറച്ച് ശാന്തനാവട്ടെ. ഇപ്പൊ പിടിച്ച അടി കിട്ടും. സമാനം. പിടി പെട്ടെന്ന് പിടി. എനിക്ക് നടങ്ങൊന്നും അതിനോട് അതിന്റെ പോകുന്നുണ്ടോ തന്നെ. പിടി പെട്ടെന്ന് പിടി. അങ്ങനെ പിടി. ഉണ്ടോ എടുക്കും. അത് മറ്റേ മീനച്ചു പിടിച്ചോ. ഇത് ഇതാകത്തില്ല. അതിന് പുള്ളന്ന് പറയണം പിടിച്ചോ. തവളയാണോ? വാ നോക്ക കട്ട തവള. ആണ് ഇത് തന്നെയുള്ളത്. ആച്ച മതി. ഇങ്ങോട്ട് പിടി. അതെന്തോ അങ്ങനെ പിടിച്ചോ. നാലില്ലേ? 4 മുള്ളില്ലേ? പേടിയാവുന്നത് പിടിക്കുമ്പോ. പോയി ഈ മീനെ പിടിക്കാൻ മറ്റേ ഇതിന്റെ ദേഹം ഒരുമാതിരി പാമ്പനാണ് ഇരിക്കുന്നത്. അതൊക്കെ പിടിച്ചാൽ മതി. നിർബന്ധമൊന്നുമില്ല. ചെറുതാൻ മുഴുവണല്ലേ. ചെറുതാൻ ആൾക്കാരാണ്. അത്ര ആക്രാന്തമുള്ള
ശരിയാക്കി പിടിച്ചോ അങ്ങനെ ഗൈസ് അവസാനത്തെ ഒരു മീനെ പിടിച്ചു, വാളനെ പിടിച്ചു, ലാസ്റ്റ് മീനെ പിടിച്ചു. അങ്ങനെ ബക്കറ്റ് ഏകദേശം ഫുള്ളായി. അങ്ങനെ നമ്മൾ നേരെ ഒരു കവറിലേക്ക്, പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെച്ചോ പൊരിച്ചോ എന്തുകൊണ്ടും തിന്നാലോ നമുക്ക്. അങ്ങനെ കവറിലേക്ക് ആക്കി സെറ്റാക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഒരു വാള കവറിൽ കയറുന്നില്ല, അത് തറയിൽ കിടക്കുകയാണ്. അത് ആർക്കും പിടിച്ച് അതിനെ എന്താ പറയുക കവറിലിടാൻ വേണ്ടി ഭയങ്കര പേടി എല്ലാവർക്കും, എനിക്കുൾപ്പെടെ പേടിയാണ്. അങ്ങനെ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് അതിനെ നേരെ അതിനകത്തിട്ടു. അതിനുശേഷം നമ്മൾ കെട്ടി പാക്ക് ചെയ്ത് നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.